ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളുമായി മഞ്ചേരിയിൽ മൗണ്ട് റിഡ്ജ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. വിവാഹങ്ങൾ, കോർപ്പറേറ്റ് പരിപാടികൾ, എക്സിബിഷനുകൾ എന്നിവയ്ക്ക് പുറമെ സമ്മേളനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ അത്യാധുനിക സൗകര്യങ്ങളോടെ മൗണ്ട് റിഡ്ജ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടത്താനാകും. ലോകോത്തര നിലവാരത്തിലുള്ള ഇവന്റുകൾക്ക് വേദിയൊരുക്കുക എന്നതാണ് മൗണ്ട് റിഡ്ജിന്റെ പുതിയ ലക്ഷ്യം. മലപ്പുറം ജില്ലയുടെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിലേക്കും ആ രീതിയിലുള്ള സൗകര്യങ്ങളാണ് നടത്താൻ വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ഇവിടെ മൗണ്ട് റിഡ്ജിൽ ഒരുക്കിയിരിക്കുന്നത്. ഇത് തീർച്ചയായും മലപ്പുറം ജില്ലയുടെ തന്നെ GDP വർദ്ധിക്കാൻ ഈ ഒരു കൺവെൻഷൻ സെന്റർ സഹായകമാകും. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, എം റഹ്മത്തുള്ള MLA എന്നിവരെ കൂടാതെ നിരവധി വ്യവസായ പ്രമുഖരും മൗണ്ട് റിഡ്ജ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. ന്യൂസ് മലയാളം, മലപ്പുറം. പ്രമുഖ ആഗോള വ്യവസായ ശൃംഖലയായ വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ മുൻനിര ബ്രാൻഡുകളായ ജീപാസും റോയൽ ഫോർഡും ഇന്ത്യൻ വിപണിയിലെത്തി. ഹോം കിച്ചൺ അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ്, ലൈറ്റിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിലായി 1100-ലധികം ഉൽപ്പന്നങ്ങളുള്ള ജീപാസിന് 40 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. 20 വർഷത്തിലേറെ വിപണി പരിചയമുള്ള റോയൽ ഫോർഡിന്റെ പ്രീമിയം കിച്ചൺ വെയർ, ഹോംവെയർ ബ്രാൻഡുകളും ഇന്ത്യയിലെത്തും. ഒരു പതിറ്റാണ്ടിനിടെ UAE സൂപ്പർ ബ്രാൻഡ് പദവി 6 തവണ നേടിയ ബ്രാൻഡ് പുത്തനാശയങ്ങളുമായാണ് വിപണിയിലെത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഗ്രൂപ്പിന്റെ ചെറിയ ഉൽപ്പന്നങ്ങൾ കേരളത്തിലെത്തും. ഘട്ടം ഘട്ടമായി ദക്ഷിണേന്ത്യയിലേക്കും തുടർന്ന് രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കാനുമാണ് ലക്ഷ്യം. BA സർട്ടിഫിക്കേഷൻ, BE സ്റ്റാർ റേറ്റിംഗുകൾ, അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ പാലിച്ചാകും ഇന്ത്യയിലെ വിപണനം. അന്താരാഷ്ട്ര തലത്തിലെ ഗുണഭോക്താക്കളുടെ ഇഷ്ട ബ്രാൻഡുകൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടെന്ന് ഗ്രൂപ്പിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് നിവിൻ പണിക്കർ പറയുന്നു. നിയർ ഫ്യൂച്ചറിൽ തന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ എന്തായാലും എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ വെയർഹൗസും നമ്മുടെ ഫാക്ടറി ഓപ്പറേഷൻസ് ഒക്കെ കോയമ്പത്തൂരാണ്. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് തമിഴ്നാടിൽ നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കർണാടക, ആന്ധ്ര എല്ലാം നമ്മൾ ഡയറക്റ്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇന്ത്യയിലോട്ട് എക്സ്പാൻഡ് ചെയ്യും ബാക്കി.